ഇത് എന്റെ കൂടെ ജോലി ചെയ്യണ സുലൈമാൻ എന്ന് പറഞ്ഞ ഒരുത്തനുണ്ട്. അവന്റെ ഒരു പെങ്ങളാണ്. പാവം തോന്നിയപ്പോ കൂടെ കൂട്ടിയതാണ്. വളരെ കഷ്ടപ്പാടിലാണ് അവരെ. പാവം തോന്നിയിട്ട് പാവം തോന്നാന്ന് പറഞ്ഞാൽ 2-3 മക്കളുണ്ട്. അപ്പൊ നഷ്ടല്ല. അപ്പൊ അവരെ കഷ്ടപ്പെട്ട് ഇവള് വളർത്തണണ്ടപ്പോ ഇപ്പൊ നമുക്ക് സൗകര്യവും വേണ്ടല്ലോ. അപ്പൊ ഞാൻ അങ്ങനെ കൂടെ കൂട്ടിയതാണ്. ഇപ്പൊ ഒക്കെ ഈ സെക്കൻഡ് ഹാൻഡ് നോക്കി അങ്ങനെയല്ല, എനിക്ക് എന്തേലും ഒരു ഇഷ്ടം തോന്നിക്കഴിഞ്ഞാൽ പിന്നെ ഞാനത് സ്വന്തമാക്കും. ഇപ്പൊ ഈ കോയക്ക ചെറുപ്പം തൊട്ടേ ഇതിലേ പോകുമ്പോ ഞാനത് നോക്കി നിൽക്കുമായിരുന്നു. ഈ വണ്ടി, ആ കളറും ആ നമ്പറും. ആദ്യമായിട്ടൊരു വണ്ടി എടുക്കണമെങ്കിൽ എനിക്ക് ഇവനെ തന്നെ വേണം. പിന്നെ പുതിയത് എടുക്കാൻ എനിക്ക് സൗകര്യം ഇല്ലാഞ്ഞിട്ടല്ല, ഞാൻ ഇന്നോവ എടുക്കണമെങ്കിൽ ഇന്നോവ എടുക്കാം. പക്ഷെ ഇതാകുമ്പോ ഒന്ന് കഴിക്കണമെങ്കിൽ ധൈര്യം വന്നവരെ ഈ ചകടം പോയി അവിടെ ഇടിച്ചാലും നമുക്കൊന്നും പോകാനില്ലല്ലോ. അല്ല, ഞാൻ ഇപ്പൊ പറഞ്ഞോ. അപ്പൊ എത്രയെന്ന് വെച്ചാണ്ട് പറയാം, ഗൂഗിൾ പേ ചെയ്ത് തരാം. എന്തിന്? അല്ല, എത്ര ഫണ്ടാന്ന് പറയാം. സാധനം ഞാൻ കൊണ്ടുപോയാണ്. ഞാൻ കൊടുക്കണില്ലല്ലോ. അങ്ങനെ പറയല്ലേ. വണ്ടി കൊടുക്കണില്ല. ഇപ്പൊ എന്റെ ആഗ്രഹങ്ങളല്ല പറഞ്ഞോട്ട് വെച്ചിട്ട് ഞാൻ അങ്ങനെ കേട്ടിരുന്നു എന്നല്ലോ. വണ്ടി കൊടുക്കില്ല വ്യാരെ. വണ്ടി എന്നുള്ളതല്ല, നശിക്കില്ലല്ലോ. ഞാൻ അസലായിട്ട് നോക്കൂല. എന്റെ മക്കളുടെ മാതിരിയാ വണ്ടിയൊക്കെ ഞാൻ നോക്കണത്. ഞാൻ പിന്നെ പൊതുവെ മേടിച്ച ഒരു സാധനം അങ്ങനെ കച്ചവടത്തിനായിട്ട് ഞാൻ ഒന്നും മേടിക്കുന്നില്ല. എനിക്കൊരു അതിർപ്പം തോന്നിയിട്ട് ഞാൻ അങ്ങനെ മേടിക്കണതാണ്. പിന്നെ അത് ഇങ്ങനെ ഈ പറഞ്ഞ മാതിരി എന്റെ മക്കളുടെ മാതിരിന്റെ കൂടെ ഇങ്ങനെ ഉണ്ടാവും ഒക്കെ. ഞാനത് ആഗ്രഹിച്ചും പോയി. കുഴപ്പമില്ല. അത് ഈ കച്ചവടക്കാരുണ്ടാവും വ്യാരിയെ. അങ്ങനെയുള്ളവരടുത്ത് അന്വേഷിച്ചാൽ അത് കിട്ടും. എനിക്ക് നല്ല വണ്ടിയൊക്കെ കിട്ടും. അപ്പൊ എനിക്ക് തരൂല. തരില്ല എന്നല്ല വ്യാര്, എനിക്കിപ്പോ അങ്ങനെ ഒരു കച്ചവടം നടത്തേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞും പോയി വണ്ടിയായിട്ട് വരാന്നേ. അതുകൊണ്ടാണ്. പിന്നെ ഇപ്പൊ ഇത്രയൊക്കെ ഇരുന്ന് സംസാരിച്ച സ്ഥിതിക്ക് ചായ കുടിച്ചിട്ട് പോവാ. വേണ്ട, ചായ വേണ്ട. അല്ലടോ. ഇല്ല, ഞാൻ ഹോർലിക്സ് കുടിച്ചിട്ടാണ് ഇറങ്ങിയത്. ഹോർലിക്സ് അപ്പൊ കുടിക്കല്? ഞാൻ ഹോർലിക്സ് കഴിക്കും. അതെ, ശരിയെന്നാ. ആയിക്കോട്ടെ ആയിക്കോട്ടെ. വണ്ടി കഴിക്കാൻ വന്നേക്കണോ? എന്താ കഴിച്ചു? ആഹാ, സത്യേട്ടാ, വരി വരി. വരി വരി. എന്തപ്പോ നിങ്ങളിങ്ങോട്ട് കാണലല്ലോ. അത് ശരി. ഇരിക്കെ. എന്താ ഇങ്ങടിരിക്കേ. എന്താ നിങ്ങള് കിടന്ന് തിരിയണം? അവിടെ ഇരിക്കുന്നേ. ഇങ്ങടെ ഇരിക്കങ്ങള്. കേട്ടേ, എന്താണ് പിന്നെ എന്തപ്പോഴത്തെ ഹാല്? വെറുതെ എങ്ങനെ ഇറങ്ങിയതാണ്. അങ്ങോട്ട് കാണലേ ഞങ്ങളെ. കോയ സാഹിബ് മറ്റാ കുട്ടികളുടെ 2 കുട്ടികളുടെ കല്യാണം കഴിപ്പിച്ചു കൊടുത്തു എന്ന് പത്രത്തിലൊക്കെ ഉണ്ടായിരുന്നല്ലോ. എന്താ ഒന്ന് ആലോചിച്ചൊക്കെ. ഞാൻ ആ ക്ലബ്ബുകാര് ചെയ്ത പണിയാണ് അത്. ഹംകിങ്ങള് ഞാൻ നമ്മളെ കൊണ്ട് പറ്റുന്ന മാതിരി പാവപ്പെട്ട കുട്ടികളല്ലേ, ഇങ്ങനെ കഴിയണ മാതിരി ഇങ്ങനെ ചെയ്യലുണ്ട് എല്ലാ വർഷവും. നന്നായി. പറ്റപ്പത് ഇങ്ങനൊക്കെ നാറ്റിച്ച് മനുഷ്യനെ. എന്താ പിന്നെ നിങ്ങളുടെ കാലെന്താ? ഞാനിപ്പോ ആകെ പെട്ടിട്ടുണ്ട്. ഇപ്പൊ വണ്ടി എടുക്കുന്നില്ലേ? വണ്ടി ഓടിക്കാനൊന്നും വയ്യ. അതിലിടയ്ക്ക് അസുഖമായല്ലോ. അതെ, അതാണ് ഇപ്പൊ കുറച്ചതായിട്ട് ഇങ്ങോട്ട് ഇല്ലാത്തത്. അപ്പൊ അസുഖമായിട്ട് ഇപ്പൊ അങ്ങനെ പുറത്തേക്ക് വണ്ടി ഒന്നും എടുത്ത് പോവാൻ പറ്റില്ല. പിന്നെ ഇപ്പൊ ഏതെങ്കിലും കുട്ടികളൊക്കെ ഇപ്പൊ എയർപോർട്ട് വരെയൊക്കെ ഒന്ന് ചെല്ലണം എന്ന് പറയുമ്പോ ഒന്നും കൂടെ പോകും. പിന്നെ ഏതെങ്കിലും വല്ല ആശുപത്രി കേസൊക്കെ ഉണ്ടെങ്കിൽ അതിനൊക്കെ ഒന്ന് കൂടെ പോകും. അത്രയൊക്കെ പറ്റൂ ഇപ്പോ. തീരെ വയ്യ, അതാണ്. അതെല്ലേ. എന്താ ചെക്കൻ്റെ സ്ഥിതി? ചെക്കൻ്റെ എന്താ അതേപോലൊക്കെ തന്നെ. അത് ഇനി മാറുന്നില്ലല്ലോ. പിന്നെന്താ വെച്ചാൽ ഇപ്പൊ അത് കുറച്ച് കൂടുതലുമാണ്. ആഴ്ചയിൽ ഇപ്പൊ 2 ദിവസം ആശുപത്രിയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ അടുത്ത ഏതെങ്കിലും കുട്ടികളുടെ ഒക്കെ വല്ല ഓട്ടോറിക്ഷയോ അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് അതിലൊക്കെയാണ് കൊണ്ടുപോയിരുന്നത്. അപ്പൊ ഓട്ടോറിക്ഷയ്ക്കൊക്കെ ഏകദേശം 350 ഉറുപ്യ 400 ഉറുപ്യൊക്കെ വരും. അത് വരുമല്ലോ. അപ്പൊ അതൊന്നും കൊടുക്കാനുള്ള ഒരു സാമ്പത്തിക ശേഷി ഇപ്പൊ ഇല്ല. പിന്നെ പണിയില്ല. എനിക്കാണെങ്കിൽ വയ്യ. അങ്ങനെയൊക്കെ പാടൊരു തിരിച്ചില്ലാണ് എന്ന് പറയപ്പോ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. അല്ല, നിങ്ങൾ ഇരിക്കേ. അല്ല, നിങ്ങൾ എന്ന് വന്നത് അവിടെ ഇരിക്കുന്നേ. വന്നിട്ടും കുറെ.
ഞാനേ ആ ഞാൻ പോരാ കളി കേട്ടോ. അല്ലാ സത്യേട്ടാ, ഓ ഞാനേ ഇതുണ്ടല്ലോ നമ്മുടെ ഈ 1600 ആ ഈ പഹയം വല്ലാത്തൊരു സാധനാ. ആ നല്ല വണ്ടി. എനിക്ക് വലിയ ഇഷ്ടമായി പഹയനെ. അല്ല എന്റെ ആദ്യം വന്ന വണ്ടി അതെ. ആ അതെ അവിടുന്ന് ഇങ്ങടൊക്കെ ഈ വണ്ടികളൊക്കെ ഉണ്ടായതും ഇക്കൊരു മെച്ചപ്പെട്ട രീതിയൊക്കെ ആയത്. നല്ല വണ്ടി അത്. നല്ല വണ്ടിയാ, ഓടിക്കാൻ നല്ല സുഖമാണല്ലോ. ആ അപ്പൊ ഞാനിതുമ്പോ ഏതെങ്കിലും ഒരു പഹയം വന്ന് തൊട്ടാ തനക്ക് ഭ്രാന്ത് വരും. അത്ര ഇഷ്ടക്ക് വണ്ടിയോളും ഒക്കെ നല്ല ഇഷ്ടമാണ്. വണ്ടി ഓടിക്കണ നല്ല ഡ്രൈവർമാരിന് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിലത്തെ ഒരാളങ്ങൾ. അപ്പൊ ഇങ്ങടയിലാണ് ഭരിക്കണെന്ന് വെച്ചാ ഇക്കൊരു സമാധാനാ. മനസ്സിലാവട്ടാ. അപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യും, ഇതിന്റെ ചാവി അങ്ങോട്ട് വിളിച്ചാൽ. ഏത്? അല്ല ഈ ചാവ്യങ്ങൾ പിടിക്കുന്നേ ബാക്കി കഥയൊക്കെ ഞാൻ പറഞ്ഞത് ഇത് നിങ്ങൾ പിടിക്ക്. അല്ല അത് ഞാൻ പിടിച്ചിട്ട്. ഇത് നിങ്ങൾ പിടിക്കിന്റെ സത്യേട്ടാ അത് പിടിക്കും. ഇതാ ഇതിൽ ഇന്റെ സകല പേപ്പറും ഉണ്ട്. എന്റെ കവറൊക്കെ പോയേക്കണ്. ഇത് പിന്നെ ആ ടൂൾസ് ഇടുന്ന കവറിലേക്ക് ആക്കിയതാ ഞാൻ. അതൊക്കെ ചെക്കന്മാര് കൊണ്ടേ കളഞ്ഞു. ഇതിൽ എല്ലാ പേപ്പറും ഉണ്ട്. ഇത് കയറ്റി പിടിക്കാം. ചെക്കനെ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഇനിയിപ്പോ ഓട്ടോറിക്ഷ തിരയാനും വേറെ വണ്ടി അന്വേഷിക്കാനും നിൽക്കണ്ട. ഇതില് പോവാ വരിക. നിങ്ങളുടെ വീട്ടിൽ എന്താവശ്യത്തിനായാലും അതിൽ പോവാ വരിക. നിങ്ങൾ അസലായിട്ട് ആ വണ്ടി നോക്കും നിൽക്കറിയാം. പിന്നെ എണ്ണടിക്കാൻ അത് ആയൊന്നും കൊടുക്കണ്ട. നമ്മുടെ പൊന്നൂസിന്റെ പമ്പില്ലേ, അതിൽ പോയിട്ട് അതിൽ ഫുൾ ടാങ്ക് അടക്കുക. അതിൽ തീരുമ്പോൾ വീണ്ടും ഫുൾ ടാങ്ക് അടക്കുക. കായ് ഞാൻ കൊടുത്തോണ്ട് അവിടെ പറഞ്ഞാൽ മതി കേട്ടാ. അത് ഞാൻ പറഞ്ഞോളാം. അപ്പൊ എന്നാ നിങ്ങളുടെ വണ്ടി ആറ്റിന്റെ മുറ്റത്തൊന്ന് പോവേ. ഇറങ്ങി അല്ല അല്ല സാഹിബ് സായിപ്പ് ഒന്നും നിങ്ങൾ പോയാൽ ഇനി മനുഷ്യനെ ഇറങ്ങാക്കണ്ട്. നാളെ പോയിക്കോ. എനിക്ക് വേറെ കുറച്ച് പണിയുണ്ട്. പോയി കളി കേട്ടോ. അത് ശരി. Marimayam